ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാം വിത്ത് ചിൻസ് വ്ളോഗ്സ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് നോർത്ത് വെയിൽസിലുള്ള ലാൻഡർനോ എന്ന് പറയുന്ന സ്ഥലത്തെ ദ ഗ്രേറ്റ് ഓം ട്രാംവേ ട്രാവലിംഗ് എക്സ്പീരിയൻസ് ചെയ്യാനാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് നമ്മൾ രണ്ടുപേരും ട്രാമിൽ കയറുന്നത്. ഞങ്ങൾ ആക്ച്വലി അവിടെ കേബിൾ കാറിൽ ഹാപ്പി വാലി കേബിൾ കാറിൽ പോകാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ അന്ന് വിൻഡ് കൂടുതലായതുകൊണ്ട് അന്ന് അത് ഓപ്പറേറ്റ് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ ഇത് നമുക്ക് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു തന്നത് കേട്ടോ. ആദ്യം കയറിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഓപ്പറേറ്റ് ചെയ്യാറായപ്പോഴത്തേക്കും ആൾക്കാർ വന്നു തുടങ്ങിയായിരുന്നു കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. രണ്ട് സൈഡിലോട്ട് ഏത് സൈഡിലോട്ട് നോക്കിയാലും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കാണുന്നത്. എസ്പെഷ്യലി ഈ പച്ചപ്പും ഹരിതാപവും ഒക്കെ ഇഷ്ടപ്പെട്ട്, അതായത് മനസ്സിന് കുളിർമ കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും. ശരിക്കും പറഞ്ഞാൽ എങ്ങോട്ട് നോക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. എങ്ങ് നോക്കിയാലും നല്ല ഭംഗി കാണാനായിട്ട്. അപ്പം ഇങ്ങോട്ട് നോക്കണോ അതോ എതിർവശത്തോട്ട് നോക്കണോ ഒന്നും അറിയത്തില്ല. അതിൻ്റെ ഇടയിൽ നമുക്ക് വഴിയിലൂടെ എന്താ പറയുന്നത്, കാറ് പോകുന്ന കാണാം. വീടുകൾ, അതായത് ഈ പച്ചപ്പിൻ്റെ ഒക്കെ ഇടയ്ക്ക് വീടുകൾ ഇരിക്കുന്നത് കാണാം. നല്ല രസമാണ് കാണാനായിട്ട്. ഒരേ ഒരാൾ നിന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എനിക്കറിയാവുന്ന രീതിയിൽ. അതിമനോഹരം എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. അടിപൊളി യാത്രയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചെമ്മരിയാടുകളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മളപ്പോൾ അവിടുന്ന് കയറിയ ട്രാം ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് വന്ന് ഇത് മാറണമായിരുന്നു. സ്റ്റേഷൻ മാറി ഞങ്ങൾ വീണ്ടും കയറി. എനിക്കതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ എന്നിട്ട് മാറി കയറി. എനിക്ക് ആ സെയിം തന്നെ സീറ്റ് അടുത്ത ട്രാമിലും ഞാൻ ഒപ്പിച്ചിരുന്നു. എന്നിട്ടിപ്പം ട്രാം പോകുന്നത് വഴിയിലൂടെയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങ് അകലെ ബീച്ചും കുറേ വീടുകൾ, കെട്ടിടങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ അടുക്കിയിരിക്കുന്നത്. അപ്പം ഒരു ഇറക്കമാണ്, ആഴത്തിലുള്ളൊരു ഇറക്കമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഈ ട്രാം സർവീസിന് ഏകദേശം 125 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ പോയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എതിർവശത്തോടു കൂടി ഒരു ട്രാമും കൂടെ വരുന്നു. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇടിക്കുമെന്ന്. പക്ഷേ ഇപ്പം ഈ ഒരു സ്ഥലം വെച്ചിട്ട് ഓൾറെഡി ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന ട്രാം ഡീവിയേറ്റ് ചെയ്ത് പോയി. അപ്പോൾ അതിനകത്ത് നിറയെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ടാറ്റയൊക്കെ കൊടുത്ത് വിട്ടു. അങ്ങനെ നമ്മളും നമ്മുടെ മുമ്പോട്ടുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോവുകയാണ് കേട്ടോ. എന്ത് ഭംഗിയാണല്ലേ, ബീച്ചും പച്ചപ്പും എല്ലാം കൂടെ കാണാനായിട്ട്. ഒന്നും പറയാനില്ല, അടിപൊളി വ്യൂ. ഞാൻ ആലോചിക്കാറുണ്ട് ഇവിടെ താമസിക്കുന്നവരൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാണ്. കാര്യം അവരുടെ തൊട്ടടുത്ത് ബീച്ചുണ്ട്, പിന്നെ ഇങ്ങനെയുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയാസ്. അതായത് നമ്മളിപ്പം യൂറോപ്പിൽ എവിടെ ചെന്നാലും ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. എന്നിരുന്നാലും ഞാനിപ്പം നോർത്ത് വെയിൽസിൽ പോയിട്ട് ഒത്തിരി ഏരിയാസ് കണ്ടു. ഞങ്ങൾ അവിടെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് കേട്ടോ. കാര്യം ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിരുന്നത് ഈ ട്രാം സ്റ്റാർട്ട് ചെയ്തിടത്താണ്. അപ്പം എൻ്റെ കണ്ണിൽ കുടുങ്ങിയത് നിങ്ങൾ കണ്ടില്ലേ, ഒരു പട്ടിക്കുഞ്ഞ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അടുത്ത ട്രാമിൽ കയറാൻ വേണ്ടിയിട്ട് നടക്കുവാണ്. അപ്പം കറക്റ്റ് ആ പട്ടിക്കുഞ്ഞ് ഞങ്ങളുടെ ഓപ്പോസിറ്റ് തന്നെ വന്നിരുന്നു. എനിക്ക് സാധാരണ ഇവരെ പേടിയാണെങ്കിലും ഇതൊരു കുഞ്ഞിനെ പോലെ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അതിനോട് ഓമനത്വം തോന്നി കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ. നിറയെ കുഞ്ഞു കുഞ്ഞു മഞ്ഞപ്പൂക്കളില്ലേ, സമ്മറി വിരിയുന്ന പൂക്കളാണ്. സ്പ്രിങ് ടൈമിൽ കുഞ്ഞു കുഞ്ഞു പൂക്കൾ. എന്ത് ഭംഗിയാണല്ലേ. ആ പട്ടിക്കുഞ്ഞും
എത്ര ആസ്വദിക്കുന്നുണ്ടെന്ന് നോക്കി. ഒന്നും പറയാനില്ല, അട്ടർ വ്യൂ. ഞങ്ങൾ രണ്ടുപേരും ഒത്തിരി ആസ്വദിച്ചതാണ് കേട്ടോ. ഞങ്ങൾ ആക്ച്വലി കേബിൾ കാർ കയറാൻ ആണെങ്കിലും പക്ഷെ ഞങ്ങൾ ഇത് കയറിയപ്പം ഞങ്ങൾ ഹാപ്പിയായി. എല്ലാം അടുത്തടുത്ത് കണ്ട് പോകാനും പറ്റി. കണ്ടോ, ചെമ്മരിയാടുകൾ ഇങ്ങനെ അതിലേക്കൂടെ മേഞ്ഞ് നടപ്പുണ്ട്. അതിമനോഹരമായ കാഴ്ചയാണ്. നിങ്ങൾ ആരെങ്കിലും നോർത്ത് വെയിൽസിൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ശരിക്കും എന്താ പറയുക, നമ്മുടെ മനസ്സിന് ശരിക്കും പോസിറ്റിവിറ്റി തരുന്ന ഒരു യാത്ര തന്നെയാണ്. ഒരു 20 മിനിറ്റ്സ് എടുക്കുന്ന യാത്രയാണ്. അങ്ങനെ